ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മുടെ പുതിയ അക്കൗണ്ടാണ്. എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു പുതിയ അക്കൗണ്ടാണ്. ഇതിനകത്ത് ഒത്തിരി കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ ഡയമണ്ടും ടോപ്പപ്പ് ഒന്നും ചെയ്യാറില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു CS റാങ്ക് കളിക്കാനാണ്. നമുക്ക് CS-നൊക്കെ ഹോണർ സ്കോറൊക്കെ 100 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലോ. അപ്പോൾ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞത് CS റാങ്കിലാണ്. എനിക്ക് CS റാങ്കിൽ പ്ലാറ്റിനം സെക്കൻഡാണുള്ളത്. അപ്പം നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടീമേറ്റ്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ മറ്റേ നറുട്ടോടെ ബ്ലേഡാണ് എടുക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം കളിക്കുമോ എന്ന് അറിയൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഗേസ്, നിങ്ങളായാലും ലൈക്ക് ചെയ്യാൻ വാങ്ങുന്നത് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക ഗേസ്. ഇത് നമ്മുടെ ഗെയിമിംഗ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്നാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരിക ഗേസ്. എനിമി അപ്പുറത്തുള്ള ഒരാൾ പോകുന്നുണ്ട്, പക്ഷേ ഈ ബ്ലേഡിന് അത്രയ്ക്കും ഡിസ്റ്റൻസ് കിട്ടത്തില്ല നമുക്ക്. അയ്യോ ഒരു നടി വരുന്നുണ്ടല്ലോ. ഗേസ് അവർ രണ്ടുപേരുണ്ട് ഗേസ്. രണ്ടുപേരും ഒരുമിച്ചടിച്ച ഗേസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് 3rd റൗണ്ടിൽ നമുക്കൊരു തിരിച്ചു പിടിക്കാം. നമ്മുടെ ടീംമേറ്റ് ആയിട്ടുള്ളവരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, താഴെടുത്ത് വരുന്നുണ്ട് ഗേസ്. പക്ഷേ അവൻ മുകളിലോട്ട് കയറി വരുന്നില്ലല്ലോ. അവൻ താഴ്ന്ന് അവൻ്റെ ടീംമേറ്റിനെ നോക്കപ്പ് ചെയ്യുവാണ് ഗേസ്. അപ്പം നമ്മുടെ ടീംമേറ്റ്സ് എല്ലാം കൂടെ ആ നോക്കപ്പ് ചെയ്തവനെ അടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഒരു ഇനിമിയും കൂടെ ഉള്ള കേസ്. ഇപ്പോൾ 3v1 ആണ് അവസ്ഥ. അപ്പോൾ നമുക്ക് അപ്പുറത്തുള്ള ഒറ്റത്തിന് വേണ്ടി കാത്തിരിക്കാം. അവൻ എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഗേസ്, അവനുണ്ട് ഗേസ്. ഇവൻ എന്തോ കാണിക്കുക ഗേസ്. ഗേസ്, നമ്മൾ വേറൊരു ടീമേറ്റ് അവനെ കൊന്നിട്ടുണ്ട് ഗേസ്. അപ്പം നമുക്ക് ഈ വട്ടം നമുക്ക് MP5 എടുക്കാം. നമുക്ക് MP5 എടുത്ത് പോകാം ഗേസ്. അപ്പം എനിക്ക് കുറച്ചൊക്കെ MP5 വെച്ച് കളിക്കാൻ അറിയാം. പിന്നെ ഞാൻ നേരത്തെ കളിക്കുമായിരുന്നു ഗേസ്. ഇപ്പോൾ കുറേ നാളായിട്ട് കളിക്കുമായിരുന്നുണ്ട്. ആ ഒരു ഇടയ്ക്കത്തെ ഒരു ഗ്യാപ്പിൻ്റെ വിഷയമുണ്ട്. അത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പറയുക ഗേസ്. നമ്മളങ്ങനെ അങ്ങോട്ട് പോവാണ്. നമുക്ക് ഓപ്പോസിറ്റ് പറ്റുന്ന അവന്മാരെ അടിച്ചിടാൻ പറ്റുമോ നോക്കാം ഗേസ്. അപ്പം നമ്മൾ ബാക്കിൽ വന്നിട്ടുണ്ട്. ഒരുത്തൻ പോയി ഗേസ്. അപ്പോൾ നമുക്ക് അവനെ MP5 അടിച്ചിടാൻ പറ്റും. അവനല്ല ഗേസ്, അപ്പുറത്തവനെയാണ് നമുക്ക് കൊണ്ടത്. നമ്മുടെ ടീംമേറ്റ്സിലാണ് ഉണ്ട്. നമുക്ക് അവനെ അടിച്ചിടാൻ നോക്കാം. ഗേസ്, രണ്ടുപേരുടെ ഉള്ളു കേസ്. ടീമേറ്റ്സ് ഓപ്പോസിറ്റ് എയിമീസ്. അയ്യോ, ഇവിടെ ഉണ്ടായ കേസ് ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചവനെ മുമ്പ് അവിടെ പോയപ്പോഴേ അപ്പുറത്തോട്ട് പോയെന്ന്. എനിക്ക് തോന്നുന്നു അവൻ ഇച്ചിരി ഓൾഡ് പ്ലെയർ ആണ്. അവൻ്റെ ഇരിക്കുന്ന ആദമാണ്. അപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി ഓൾഡ് പ്ലെയർ ആണെന്ന് തോന്നുന്നു അവൻ. ഗൈസ്, ഇവൻ അവനെ കൊല്ലുമെന്ന് നമുക്ക് നോക്കാം. ഇനി രണ്ടുപേരും ഉണ്ട്. വാട്ട് എ ട്രാജഡിയോ. അത് നോക്കിയ ഗൈസ്, അവൻ കയറും മറ്റവനെ ഇറങ്ങും ഒരുമിച്ചായിരുന്നേ. അത് കൊള്ളായിരുന്നു. ശരി, ഞാൻ പറഞ്ഞില്ല, അവൻ ഇച്ചിരി ഓൾഡ് പ്ലെയർ ആണെന്ന് തോന്നുന്നു. കാരണം അവന് എക്സ്പീരിയൻസും ഉണ്ട്, അവന് ആദമും ഉണ്ട്. അതാ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവൻ ഇച്ചിരി ഓൾഡ് പ്ലെയറാണ്. മാത്രമല്ല അവൻ്റെ കളി കണ്ടാലും അറിയാമല്ലോ ഗേസ്. അപ്പം നമ്മൾ വീണ്ടും MP5 ആണ് എടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവരും ഓരോ തോക്കെടുത്ത് റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്കപ്പം കുറച്ച് സെറ്റിങ്സൊക്കെ അങ്ങോട്ട് ഇങ്ങനെ മാറ്റാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ
നമുക്ക് കുറച്ചുകൂടെ നല്ല വൈബ് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മളിപ്പോൾ FPS മാക്സ് ഇട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ മൊബൈലിലാണ് കളിക്കുന്നത്. അതിൻ്റെയും കൂടെ ചെറിയൊരു പ്രശ്നമുണ്ട്. PC-യിലാകുമ്പം കുറച്ചുകൂടെ നല്ലതായിട്ട് കളിക്കാൻ പറ്റും. ഗൈസ്, അവനെ നമ്മൾ ഹെഡ് എടുത്തിട്ടുണ്ട്. അവനെ നമ്മൾ കില്ലെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അടുത്തവൻ അയ്യോ ഗ്ലൂ ആയിട്ട് മാറിപ്പോയല്ലോ ഗൈസ്. അപ്പം നമുക്ക് അവനെ മിസ്സായിട്ടുണ്ട്. അവൻ നമ്മളെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. നമ്മളപ്പം ചത്തുപോയി ഗൈസ്. അപ്പം നമ്മൾ ടീംമേറ്റ്സ് ആക്കളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളപ്പം ടീംമേറ്റ്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ലൈവ് അങ്ങനെ കണ്ടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വട്ടം M18 എടുക്കാം ഗൈസ്. ഗ്ലൂ വാളും കൂടെ എടുത്തേക്കാം. നമുക്ക് ഗ്ലൂ വാളിൻ്റെ ഒത്തിരി പ്രാക്ടീസ് ഇല്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സെറ്റിങ്സ് എല്ലാം നമ്മൾ ഗണ്ണും എല്ലാം താഴെ കൊണ്ട് വെച്ചിട്ട് മറ്റേ നമ്മുടെ ഡാമേജ് കാണിക്കുന്ന അവിടെ എല്ലാം മുകളിലാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ എനിമീസ് ഉള്ളിടത്തോട്ട് പോവാം. നമുക്കൊക്കെ ഇമോട്ടിൻ്റെ കളക്ഷൻ കുറവാണ് ഗൈസ്. നിങ്ങളൊന്നും ആരൊന്നും വിചാരിക്കരുത്. നമുക്ക് ഇമോട്ടിൻ്റെ കളക്ഷനൊക്കെ കുറവാണ്. നമ്മളങ്ങനെ ടോപ്പ് അപ്പ് ഒന്നും ചെയ്യാറില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം ഒരുത്തിനെ നമ്മൾ അടിച്ചപ്പം അപ്പുറത്തെ പുറകിൽ നിന്ന് ഒരുത്തം കൊണ്ടുവന്ന് അവനെ കൊന്നായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ കില്ലെടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇപ്പം നമുക്ക് 2 പോയിന്റും അവന് 1 പോയിന്റുമായിട്ട് മാറിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, ആദ്യം അവിടെ നിന്ന് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ എടാ, ഈ റൗണ്ടും പോയടാ. അവൻ കണ്ടു പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ ടീമേറ്റ് എടുത്താൽ മതിയായിരുന്നു. അവന്മാരൊക്കെ എന്തോ കാണിക്കുവോ. ഇവന്മാരൊന്നും കാണുന്നു പോയില്ല ഗൈസ്. ഇവനൊക്കെ എനിക്ക് മറ്റേ ഊക്കം കിട്ടി നിൽക്കുവാണെന്ന് തോന്നുന്നു. ഞാനും എൻ്റെ ടീമേറ്റും കൂടെ ഇവിടെ നിൽക്കുവാണ്. നമ്മളെ ആരെങ്കിലും പൊക്കാൻ വരുമോ? അയ്യോ ഗൈസ്, ടീമേറ്റ് ചത്തു, ഞാനും ചത്തു. നമ്മുടെ ഒരു ടീമേറ്റിനും ജീവിച്ചിരിപ്പുണ്ട് ഗൈസ്. അവനും അപ്പുറത്തെ ഒരുത്തിനുമുണ്ട്. അവനും കൂടെ നോക്കാം. അവനെ കൊല്ലുമോന്ന്. അവൻ ഇച്ചിരി ഓൾഡ് പ്ലെയർ ആണ്. അവൻ ജയിക്കുമോന്ന് കൺഫ്യൂഷനാണ് ഗൈസ്. ഇവനും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമുക്ക് എന്തായാലും നോക്കാം. അവൻ എവിടെ? കാണുന്നില്ലല്ലോ അവനെ ഗൈസ്. ഇവിടെങ്ങും അവനെ കാണുന്നില്ല. സ്പെക്ട് ചെയ്യുമ്പോൾ അവനിവിടെ കാണുന്നില്ല ഗൈസ്. സോണൊക്കെ നൈസായിട്ട് ഷ്രിങ്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇവനാണെങ്കിൽ ഈ ഒരു മതിലിൻ്റെ ബാക്ക് നിന്നിട്ടുണ്ട്. ഗൈസ്, ഷോൺ ഷ്രിങ്കായി വരുന്നുണ്ട് ഗൈസ്. നമ്മളവനൊരു ഹാപ്പിയുള്ള ഇമോജി കൊടുത്തിട്ടുണ്ട്. അവനെന്തായാലും നമ്മളെ ആദമിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ആദമിനെ കൊന്നിട്ടുണ്ട് നമ്മുടെ ടീമേറ്റ്. അപ്പോൾ ഇത് നമ്മുടെ മാച്ച് പോയിന്റ് ആണ്. നമുക്ക് 3, അപ്പുറത്തുള്ളവർ 1. അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് MP5 സെക്കൻഡ് ലെവലാണ്. അന്നേരം നമ്മൾ ഗ്ലൂ വാൾ ഒരെണ്ണവും പിന്നെ മഷ്റൂമും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തുവാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കളി കൂടി ജയിച്ചാൽ നമ്മൾ സെറ്റാണ് ഗൈസ്. ബൂയ അടിക്കും. പ്ലാറ്റിനം സെക്കൻഡ്. അപ്പോൾ നമുക്ക് 2 സ്റ്റാറോ 3 സ്റ്റാറോ എത്ര ആവും ഗൈസ്. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അപ്പുറത്തോടെ എഴുതാൻ വരുന്നുണ്ട്. ശരി, ഇത്രയും ദൂരെ സ്കോപ്പ് എടുത്ത് നമുക്ക് MP5 അടിക്കാൻ പറ്റുമോയെന്ന് തോന്നുന്നില്ല. ഗൈസ്, കുറച്ചൊക്കെ ഇത് ഡാമേജ് കയറിയിട്ടുണ്ട്. പക്ഷേ നല്ലതായിട്ട് കയറിയിട്ടില്ല. നമ്മളൊരു ടീമേറ്റ് നോക്കായിട്ടുണ്ട് അപ്പുറത്ത്. അവനെ തൽക്കാലം നമുക്ക് രക്ഷിക്കാൻ പറ്റൂല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നുവെച്ചാൽ അവന് അവിടെയാണ്, നമ്മുടെ എനിമീസ് എല്ലാം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ടീമിൽ 2-1 എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഞാനും വേറൊരുത്തിനാണ് ഇപ്പോൾ നമ്മുടെ ഗൈസ്. ഈ വൂക്കോങ് ഇവിടുന്ന് നമ്മൾ കയറി വന്നു ഗൈസ്. അയ്യോ ഇവൻ ഇങ്ങനെ കാണിച്ചോ. ഇവനുള്ള റിവഞ്ച് നമുക്ക് അടുത്ത ലെവലിൽ നമുക്ക് പോയിന്റ് കൊടുക്കാൻ ഗൈസ്. അപ്പം ഉറപ്പായിട്ട് അവനുള്ള റിവഞ്ച് ഞാൻ കൊടുത്തിരിക്കും. അപ്പം നമ്മൾ റൗണ്ട് 6 ആണ്. അവന്മാർ ഇപ്പോൾ നമുക്ക് 3-2 അവന്മാർക്ക് 1 പോയിന്റിലൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു കളി തോറ്റുപോയി. അതായത് നമ്മൾ ഈ ഡബിൾ വെക്ടറിൻ്റെ ഇതാണ്. അന്നേരം നമുക്ക് അവനെ ആ ഊക്കോങ് ഇന്ന് കൊന്നിട്ടുള്ളൂ ഗൈസ്. കാര്യം അവൻ്റെ ഷോയെ നമുക്ക് അവനെ കാണിച്ചു കൊടുക്കാം ഗൈസ്.
പറ്റുവാണെങ്കിൽ അവനെ കൊണ്ടൊരു ഇമോട്ട് വിടണം ഗൈസ്. അപ്പം ഓടുകയാണ്. ആ ഊക്കോങ്ങനെ എങ്ങനെ എനിക്ക് കൊല്ലണം പന്നൻ. അപ്പോൾ ഗൈസ് ഒന്നുകൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് ലൈക്കൊക്കെ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഊക്കോങ് കേസ് പോകുന്നത്, ആ ഊക്കോങ് ആണ് കേസ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവനെ ഉറപ്പായിട്ട് പോലെ അവൻ ആ വീട്ടിൽ തരുന്നുണ്ട് കേസ്. നമ്മൾ അല്ലാതെ കുറേ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹെഡും കേടും തോന്നുന്നു കുറച്ച്. അപ്പോൾ നമുക്ക് അവനെ പോയി അവൻ കാണിച്ച പോലെ തന്നെ അങ്ങനെ ചെയ്യാം പക്ഷേ ബാക്കി അവൻ്റെ കൂട്ടാനുണ്ട്, കുഴപ്പമില്ല. അവനെ കൊന്നില്ല, എനിക്ക് അത് മതി. അപ്പം നമ്മുടെ ടീമേറ്റ് അവൻ്റെ അടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് നമ്മുടെ ടീമേറ്റ് എന്നെ കൊന്നിട്ടുണ്ട്. സമാധാനം. നമ്മുടെ ടീമേറ്റ് ഉണ്ടെങ്കിൽ M18 സ്കാറും ആണ്. വേറൊരുത്തിൻ്റെ വെക്ടർ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തിപ്പോൾ 2v2 ആണ് കേസ്. നമ്മുടെ ടീമിൽ 2, അപ്പുറത്തെ ടീമിൽ 2 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും അവസ്ഥ. 2v2 ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം കേസ്. സോണൊക്കെ നൈസായിട്ട് സ്വിങ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ ടീമേറ്റിന് 50 എഞ്ചുറി ചെയ്തിട്ടുണ്ട് കേസ്. അപ്പം ഇനി കേസ് നമ്മുടെ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. മോളിൽ നിന്ന് മറ്റേ ആദമാണെന്നാണ് തോന്നുന്നത്. ഗേസ് നമ്മൾ ആദമാണ്, അവനെ നമുക്ക് തോന്നുന്നു കേസ്. അപ്പോൾ നമ്മൾ ഈ കളി ജയിച്ചിരിക്കുകയാണ് കേസ്. അപ്പോൾ ഈ കളി പോയി അടിച്ചു. അപ്പം നിങ്ങൾ ഈ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം പ്ലാറ്റിനം സെക്കൻഡ് 3 സ്റ്റാർ അടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റിലാണെങ്കിൽ മറ്റേ M10ൻ്റെ മറ്റേ ഇവോഗൺ ഉണ്ടായിരുന്നു കേസ്. സൂപ്പർ. അപ്പോൾ നമുക്ക് മറ്റേ ടൈമിന് കിട്ടുന്ന ആ ബണ്ടിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് 15 മറ്റേ ഈ ഒരു ഇതിന് വേണ്ടിയുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബൂയ പാസിനകത്ത് ഡയമണ്ട് കറക്കാത്തതുകൊണ്ട് നമുക്ക് ബൂയ പാസിനകത്ത് മറ്റേ നോർമൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കളക്ഷനൊക്കെ ഇച്ചിരി കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ കളക്ഷൻ ഇച്ചിരി കുറവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു മറ്റേ വെപ്പൺ റോയലിൻ്റെ ഒരു കിടപ്പുണ്ട്. നമുക്കൊന്ന് കറക്കി നോക്കാം. ഗൈസ് നമുക്കപ്പോൾ കിട്ടിയിരിക്കുന്നത്, എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിഞ്ഞൂടാ ഗൈസ്. അപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് കളക്ഷനൊക്കെ കുറവാണ്. ഇമോട്ടും 2 എണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഗൈസ് ഈ മുടിയാണോ ഈ ഹെയർ ആണോ അല്ലേ? എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു മറ്റേതിനെ. കാരണം മറ്റേ ഇച്ചിരി ചളവായി പോകും ഗൈസ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്